സ്വാബിരി മസ്ജിദിനെ കുറിച്ചും ഇല്ലായ്മയുടെ ഇന്നലകളെക്കുറിച്ചും ഷെയ്ഖുനാന്റെ ആ ആഗമനത്തെക്കുറിച്ചും പൂർവികർ പറയാറുള്ളത് ഇങ്ങനെയാണ്: മൗലാന്റെ മുട്ടിന് ശേഷം ഒരു പൈശാചിക മുട്ടും ഇവിടെ ഉണ്ടായില്ല. അത്ര സുഗന്ധപൂർണമാണിന്ന് ഈ മണ്ണ്. ഈ വിണ്ണിൽ പാറിക്കളിക്കുന്ന ഒരു കൊടി ഇവിടുത്തെ ഏത് സന്ദർശകരെയും ഹഠാതാകർഷിക്കും. ഇതിനു കീഴെയാണ് അസ്വസ്ഥമായ ഹൃദയങ്ങളുമായി എത്തിയവർ സ്വലാത്തിലൂടെ സ്വാസ്ഥ്യം കൊള്ളുന്നതും സുഹൃതം കൈക്കൊള്ളുന്നതും. തൊട്ടടുത്ത മസ്ജിദിന്റെ നിർമ്മാണ നേരത്താണ് ശൈഖുന പറഞ്ഞത്, നാനാജാതി മതസ്ഥർക്ക് അജ്മീർ എന്ന പോലെ ഇതും വരും കാലത്തെ സകലമാന സമസ്യകൾക്കും പൂരണമായ ഒരജ്മീർ പോലെ കീർത്തിപ്പെടുമെന്ന്. സാഹിബ് മൗല അഹമ്മദ് വലിയുല്ലാഹി എന്ന മഹാനുഭാവന്റെ സ്നേഹസ്പർശവുമാണ് ഇവിടം പൂന്തോപ്പ് പോലെ ശോഭിച്ചു നിൽക്കാനിടയാവുന്നത്. നബിയെ, അങ്ങേക്കും പിശാചുണ്ടോ? സഹാബത്തിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി ഇപ്രകാരമായിരുന്നു: ഉണ്ട്, പക്ഷേ അവനെ എനിക്ക് കീഴ്പ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പുണ്യപ്രഭ വീശിയാൽ പിന്നെ ദുർബോധനത്തിന്റെ ഉറവിടമായ പിശാചിന് പോലും നിലനിൽപ്പില്ലല്ലോ. നബിപ്രഭയുടെ നിലക്കാത്ത പോരിശയാണിന്ന് കലിയാർ ബായാറിലെ സ്വലാത്ത് മജ്ലിസും നമ്മോട് പറയുന്നത്. അനുഭവങ്ങളെക്കാൾ വലിയൊരറിവില്ലെന്ന നേരിനെ നേരിട്ടറിയാൻ